സെൽഫ് ഡൗട്ട്. എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റാതിരിക്കുക. അപ്പം എനിക്ക് എന്തുകൊണ്ടാണ് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്തത്? അതിന് പുറകിലൊരു കാരണം ഉണ്ടായിരിക്കും. മനഃശാസ്ത്രത്തിൻ്റെ ഒരു ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതികളിലൊന്ന് എന്ന് പറയുന്നത്, ഒരു ബിഹേവിയർ ഒരാൾ കാണിക്കുമ്പോൾ ആ ബിഹേവിയർ പുറകിലുള്ള റൂട്ട്, അതിൻ്റെ കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു തോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്, എന്നെ ഒന്നിനും കൊള്ളില്ല. അപ്പം എന്നെ ഒന്നിനും കൊള്ളൂല എന്നുള്ള തോട്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഉണ്ടായത്? ജീവിതത്തിൽ എന്തെങ്കിലും പാസ്റ്റിൽ നടന്നൊരു കാര്യമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു തോട്ട് വന്നതായിരിക്കാം. അപ്പോൾ ഈ സെൽഫ് ഡൗട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായത്? മുൻപെടുത്ത ഏതെങ്കിലും തീരുമാനങ്ങൾ തെറ്റിയത് കൊണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യപ്പെടുമെന്ന് പേടിച്ചിട്ടാകാം, അല്ലെങ്കിൽ ഇത്രയും നാൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് വളർന്ന നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് എത്താത്തത് കൊണ്ട് അവനവനെ വിശ്വസിക്കാൻ പറ്റാത്തതാകാം, പാളിച്ചകൾ പറ്റിയതാകാം, അല്ലെങ്കിൽ അറിവില്ലായ്മയാകാം. പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടാകാം. ആ കാരണത്തിനെ നിങ്ങൾ കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടാകുന്നത്? ഇപ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുകയാണ്. എനിക്കതിൽ സംശയം വരാത്തത് എന്തുകൊണ്ടാണ്? എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അമ്മമാർക്ക് സംശയം വരാത്തത് എന്തുകൊണ്ടാണ്? അവർക്കത് അറിയുന്ന കാര്യമാണ്, അല്ലേ? കടയിൽ പോയി നിൽക്കുമ്പോൾ അപ്പച്ചന്മാർ നമ്മളെ കോൾ വിളിച്ചിട്ട് എന്താ കറി വയ്ക്കേണ്ടത് എന്ന് കടയിലെത്തിയാലും ഫോൺ വിളിച്ച് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ആ കാര്യത്തെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തത് കൊണ്ടാണ്. വർഷങ്ങളായിട്ട് പച്ചക്കറി വാങ്ങുന്നുണ്ടെങ്കിലും എന്നാൽ അവർക്കൊരു സംശയമാണ്. കാരണം ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, കംപ്ലീറ്റ് നോളജ് ഇതിനെക്കുറിച്ചുള്ളത് വീട്ടിലുള്ള സ്ത്രീകൾക്കാണ്. അപ്പോൾ അറിവില്ലായ്മകൾ കൊണ്ട് സെൽഫ് ഡൗട്ട് ഉണ്ടാകുന്നു. എന്തിനെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട്? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട്. നിങ്ങൾ ആരാണ്, നിങ്ങൾ എങ്ങനെയാണ്, എന്താണ്, നിങ്ങളെക്കുറിച്ച് കംപ്ലീറ്റ് പിക്ചർ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അത് മറ്റൊരാൾ പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നും വേറൊരാൾ പറയുമ്പോഴേക്ക് ഞാൻ തളർന്നു പോകുന്നത് എനിക്കത് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം ശരിയല്ല എങ്കിൽ അത് ശരിയല്ല എന്ന് ഡിഫെൻഡ് ചെയ്യാൻ എനിക്ക് എന്നെ അറിയില്ലായിരുന്നു. ഒന്നെങ്കിൽ ആ പറയുന്ന കാര്യം നീ വളരെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണെന്ന് എന്നോട് ഒരാൾ പറയുവാണെങ്കിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ അറിയാം ഞാൻ വളരെ കോൺഫിഡൻ്റ് ഉള്ള ആളാണ്, എനിക്കിപ്പോൾ അത് അവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. സോ എനിക്ക് എന്നെ അറിയാം. ഇനി അവർ പറയുന്നത് എൻ്റെ കുഴപ്പമാണെങ്കിൽ എനിക്കറിയാം എനിക്ക് അങ്ങനെ ഒരു പോരായ്മയുണ്ടെന്ന് എനിക്കറിയാം. ഐ ആം വർക്കിംഗ് ഓൺ ദാറ്റ്. എനിക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ട്. സോ എന്നെക്കുറിച്ച് ഞാൻ ഡീപ്പായിട്ട് അറിയണം. ഞാൻ എന്നെക്കുറിച്ച് വളരെ ആഴത്തിൽ മനസ്സിലാക്കും തോറും, എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ പിക്ചർ എനിക്ക് കിട്ടും തോറും എനിക്ക് ഈ ആളുകൾ പറയുന്ന കാര്യം വല്ലാണ്ട് എന്നെ എഫക്റ്റ് ആവാതെ ആയിരിക്കും. കാരണം ഐ നോ മൈ സെൽഫ്. അതുകൊണ്ടാണ് സ്പിരിച്വാലിറ്റിയിൽ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ മാനസിക സംഘർഷങ്ങൾക്കും ഒരു പൊടിക്കൈ എന്നതുപോലെ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. ഹൂ ആം ഐ? ഞാൻ ആരാണ്? എന്നെക്കുറിച്ചുള്ള ആഴമുള്ള അറിവ്, എൻ്റെ പോസിറ്റീവായ കാര്യങ്ങൾ, എൻ്റെ നെഗറ്റീവായ കാര്യങ്ങൾ, എൻ്റെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ, നടന്ന കാര്യങ്ങൾ എന്നെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് എ പ്രോസസ്സ്, ഇറ്റ്സ് എ ലോങ് ജേണി. ജേണൽ എഴുതുക, പുസ്തകം എടുത്തിട്ട് എഴുതുക. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കില്ല. നിങ്ങളൊരു ആക്ഷൻ ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഭയങ്കര ടെൻസ്ഡ് ആവുന്നുണ്ട്, നിങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ അവിടെ ടെൻസ്ഡ് ആവുന്നത്? അപ്പോൾ എന്താ എനിക്ക് ആ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് ടെൻസ്ഡ് ആവുന്നത്. എന്നാൽ പിന്നെ ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പഠിക്കുക, അപ്പോൾ എനിക്ക് ടെൻഷനായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതോ പ്രീവിയസ് ആയിട്ട് നടന്ന എന്തെങ്കിലും ഒരു കാര്യം എന്നെ ട്രിഗർ ചെയ്യുന്നതാണ്, എന്തെങ്കിലും പേടി പറ്റിയ അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും അതൊരു വിശാലമായിട്ടുള്ള ഒരു പഠനമാണ് നിങ്ങളെക്കുറിച്ചുള്ള. നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്ക് പോലെയാണ്. എനിക്ക് അറിയത്തില്ല, എനിക്ക് മറിച്ച് നോക്കി അത് മനസ്സിലാവത്തില്ല. നിങ്ങളെന്ന ടെക്സ്റ്റ് ബുക്ക് മുഴുവനും എല്ലാ പേജും മനസ്സിലാക്കി നിങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. അറിയുമ്പോൾ കുറവുകളുണ്ടെങ്കിൽ കുറവുകളുണ്ടെന്ന് തന്നെ സമ്മതിക്കുക. നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാവരോടും പോയിട്ട് എനിക്ക് കുറവുണ്ടെന്ന് പറയണം, അവരോട് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് അറിവുണ്ടായിരിക്കണം, ഓക്കെ. പക്ഷെ ഞാൻ അങ്ങനെ എനിക്കൊരു കുറവുള്ളതായിട്ട് തോന്നിയാലും ഞാൻ എല്ലായിടത്തും ഫിറ്റ് ആവാത്ത ഒരാളാണ്. അതെൻ്റെ കുറവാണെന്ന് മറ്റുള്ളവർ പറഞ്ഞാലും എനിക്കറിയാം ഞാൻ എന്തുകൊണ്ടാണ് ഫിറ്റ് അല്ലാത്തതെന്ന്. ഞാൻ ചില കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എല്ലായിടത്തും പോയിട്ട് ഇരിക്കുകയും എല്ലാവരുടെ വർത്തമാനം കേൾക്കുകയും ചെയ്താൽ എനിക്ക് പ്രൊഡക്ടിവിറ്റി കുറയും. എനിക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാനും പറയാനൊക്കെ എൻ്റെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. അതുകൊണ്ടാണ് ഞാൻ ഫിറ്റിനാവാത്തത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉത്തരങ്ങളുണ്ട്, മനസ്സിലായോ? അപ്പോൾ നിങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുക ഇറ്റ്സ് എ പ്രോസസ്സാണ്. ഇതിന് സമയമെടുക്കും. നിങ്ങളുടെ സുഹൃത്തായിരിക്കുക, നിങ്ങളെ മനസ്സിലാക്കുക. നിങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കുന്ന സമയത്തും അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതൊരു ഭാരമായിട്ട് കാണാതിരിക്കുക. തിരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ തിരുത്തുക. മനസ്സിലാക്കിയിട്ട് വർക്ക് ചെയ്യേണ്ട മേഖലയിൽ വർക്ക് ചെയ്യുക. നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക. അപ്പോൾ കുറേ സെൽഫ് ഡൗട്ട് മാറാനുള്ളൊരു സംഗതിയായിരിക്കും. ഇനിയും കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ ഇതൊന്ന് ചെയ്ത് നോക്കൂ. ഇത് തീർച്ചയായിട്ടും ഇതൊരു സഹായകരമായിട്ടുള്ള കാര്യമായിരിക്കും. ഇനി ഇതിനെങ്ങനെയാണ് സ്പിരിച്വാലിറ്റിയിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സെൽഫ് ഡൗട്ടിനെ എങ്ങനെയാണ് സ്പിരിച്വൽ ഹെൽപ്പോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ മാത്രം കാണരുത്. കാരണം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ കണ്ടു കഴിഞ്ഞാൽ മാത്രം കണ്ടാൽ ഞാനൊരു ഫെയിലിയർ ആയിട്ട് വേണമെങ്കിൽ തോന്നാം. കാരണം എൻ്റെ പഠനം പൂർത്തീകരിച്ചിട്ടില്ല, എനിക്ക് നല്ലൊരു ജോലിയില്ല, എനിക്ക് നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നും. സോ എൻ്റെ സെൽഫ് കോൺഫിഡൻസിനെയും എനിക്ക് എന്നെക്കുറിച്ചുള്ള ഒരു ഇമേജിനെയും ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്.
അപ്പം എന്നെക്കുറിച്ച് ഞാൻ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇൻ എ പോസിറ്റീവ് വേ. അതുപോലെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നിങ്ങളെ കാണാം. നിങ്ങളുടെ ശത്രുക്കളുടെ കാഴ്ചപ്പാടിലൂടെയല്ല, നിങ്ങൾ ഇഷ്ടമില്ലാത്തവരുടെ കാഴ്ചപ്പാടിലൂടെയല്ല, നിങ്ങളുടെ നാട്ടുകാരുടെ കാഴ്ചപ്പാടിലൂടെയല്ല, അവരുടെ ആരുടെയും കാഴ്ചപ്പാടിലൂടെയല്ല, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കാഴ്ചപ്പാടിലൂടെ പോലും അല്ല. ചില മാതാപിതാക്കൾ പറയും ഇവനത്ര കഴിവൊന്നുമില്ല, ഇവളത്രയൊന്നും എവിടെ എത്തുന്നൊന്നും തോന്നുന്നൊന്നുമില്ല. അങ്ങനെ പാരൻസ് പോലും നിങ്ങളെ പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എന്താ പറയാനുള്ളത്. നീ വിലയുള്ളവളാണ്. നിന്നെ ദൈവം ഇങ്ങനെയാണ് സൃഷ്ടിച്ചത്, നിന്റെ പ്രത്യേകതകളോടുകൂടിയാണ് നിന്നെ സൃഷ്ടിച്ചത്, നിന്റെ ശരീര രീതി ഇങ്ങനെയാണ് സൃഷ്ടിച്ചത്, നിങ്ങളുടെ ബ്രെയിനെ ഡിസൈൻ ചെയ്തത് ദൈവമാണ്, നിങ്ങളുടെ ചിന്തകളെ ഡിസൈൻ ചെയ്ത ദൈവമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുള്ള ദൈവമാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും ദൈവം നിങ്ങളെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതൊരു വലിയ മെൻ്റൽ സപ്പോർട്ടാണ്. സോ നിങ്ങളുടെ പെർസ്പെക്റ്റീവിലൂടെ മാത്രം കണ്ടാൽ അത് നിങ്ങളെ നെഗറ്റീവായി ബാധിക്കുന്ന സിറ്റുവേഷനിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നിങ്ങളെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഈ സെൽഫ് ഡൗട്ടിൽ അറിവില്ലാത്ത മേഖലകളിലൊക്കെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു തുറന്ന മനസ്സോട് കൂടി ഇരിക്കുക. അപ്പോൾ ദൈവം നമ്മുടെ മനസ്സിൽ അഴിച്ചുപണികൾ നടത്തും, ദൈവം നമ്മുടെ ആത്മാവിൽ അഴിച്ചുപണികൾ നടത്തും, നമ്മളിൽ ഒരു മാറ്റം കൊണ്ടുവരും. പിന്നെ പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പതുക്കെ ഓക്കെ ഞാനൊരു ശരിയായ രീതിയിലേക്ക് വരുന്നുണ്ട്, ദൈവാനുഗ്രഹം എനിക്ക് വരുന്നത് പോലെയും ഒരു നല്ലൊരു മോറൽ വാല്യൂസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളെ പോലെയൊക്കെ എനിക്ക് തോന്നുമ്പോൾ എനിക്ക് എന്നിൽ തന്നെ കോൺഫിഡൻസ് ഉണ്ടാകും. അപ്പോൾ പതുക്കെ സെൽഫ് ഡൗട്ട് കുറഞ്ഞു വരും. അപ്പോൾ നിങ്ങളെ തന്നെ ആഴത്തി മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ കണ്ണിലൂടെയും നിങ്ങളെ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ വലിയൊരു മെൻ്റൽ ഹെൽപ്പായിരിക്കും. താങ്ക് യു.